ഭാരതീയ സംസ്കാരത്തിന്റെ ആത്മാവായ ശ്രീരാമന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനായി ശ്രീരാമ ഭക്ത മണ്ഡലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ശ്രീരാമ ദീപപ്രയാണം നടത്തും. ദീപപ്രയാണ രഥത്തിൽ സ്ഥാപിക്കാനുള്ള രാമവിഗ്രഹം മെയ് 8-ന് ചിറ്റലഞ്ചേരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ഭക്തമണ്ഡലിക്ക് കൈമാറുമെന്ന് ദേശീയ സെക്രട്ടറി ശ്രീമാൻ ഉണ്ണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷവും നമ്മൾ ഈ ഒരു കാര്യക്രമം കർക്കിടക മാസത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിൽ മാത്രമായിരുന്നു അത് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് 3ാമത്തെ വർഷം അത് ഒരു നാഷണൽ ലെവൽ പ്രോഗ്രാമിലേക്ക് മാറിയിരിക്കുന്ന വിവരം ആദ്യം തന്നെ അറിയിക്കുകയാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ വർഷം മുതൽ 2024 മുതലാണ് അവിടുത്തെ ആ ശ്രീലകത്തിൽ നിന്നും പകർന്ന് ആദിശങ്കരൻ്റെ ഭൂമിയായ കേരളത്തിലേക്ക് രാമധർമ്മ സന്ദേശവുമായിക്കൊണ്ട് ഈ ദീപം എഴുന്നള്ളിക്കപ്പെട്ടത്. കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലെയും ശ്രീരാമസ്വാമി ക്ഷേത്രം, ആഞ്ജനേയസ്വാമി ക്ഷേത്രങ്ങളുടെ ഒരു സർക്യൂട്ടിലൂടെ, മഹാക്ഷേത്രങ്ങളിലൂടെ ഒരു സർക്യൂട്ടിലൂടെ ഈ ദീപപ്രയാണം നടത്തുകയാണ്. ഈ ദീപപ്രയാണത്തിൻ്റെ രഥത്തിൽ സ്ഥാപിക്കുന്ന ശ്രീരാമ വിഗ്രഹം, അയോധ്യയിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവരുന്ന വിഗ്രഹം, അത് ഭക്തമണ്ഡലിക്ക് സമർപ്പിക്കുകയാണ്. അത് ചിറ്റിലഞ്ചേരിയിലുള്ള ഡോക്ടർ നാരായണൻ അവറുകളാണ്, ആ കുടുംബമാണ് അത് സമർപ്പിക്കുന്നത്. അത് അവരുടെ ആ ചിറ്റിലഞ്ചേരിയിലുള്ള ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് 8-ാം തീയതി വൈകുന്നേരം 6 to 7 എന്ന സന്ധ്യാ മുഹൂർത്തത്തിൽ ഈ വിഗ്രഹം സമർപ്പിക്കപ്പെടുകയാണ്. കർക്കിടകം 1 മുതലാണ് ശ്രീരാമ ദീപപ്രയാണം സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നത്. അയോധ്യയിൽ നിന്നും പൂജിച്ച ശ്രീരാമ വിഗ്രഹമാണ് സന്യാസി ശ്രേഷ്ഠർ കൈമാറുന്നത്. എല്ലാവരും സമന്മാരെന്ന ശ്രീരാമ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. അവതാരപുരുഷനായ ശ്രീരാമൻ മനുഷ്യാവതാരത്തിലൂടെ ധർമ്മത്തിന്റെ പ്രതിരൂപമായിരുന്നു. മഹാത്മജി മുതൽ ഇന്നത്തെ പ്രധാനമന്ത്രി വരെ ആഗ്രഹിക്കുന്നതും രാമരാജ്യമാണെന്നും ശ്രീമാൻ ഉണ്ണി പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി സുധാകർ ബാബു, മധു കല്യാൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.